ഹലോ കൂട്ടുകാരെ, മസ്കുലൈൻ എനർജിയുടെ അവേക്കനിങ് എപ്പോഴാണ് സ്റ്റാർട്ടാവുന്നത്? അവരുടെ അവേക്കനിങ് സ്റ്റാർട്ടാവുമ്പോൾ ഫെമിനൈൻ എനർജിക്ക് കിട്ടുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് വരുന്ന സ്വപ്നത്തിൽ അല്ലെങ്കിൽ അതുവരെ വരുന്ന ഡ്രീംസിൽ ഒരുപക്ഷെ മസ്കുലൈൻ എനർജി നമ്മളെ ട്രിഗർ ചെയ്യാനാണ് വന്നിരുന്നതെങ്കിൽ ഇത് മാറും. എന്നിട്ട് അവർ മേ ബി ഒരു അമ്പലത്തിൽ ഉള്ളതുപോലെ അല്ലെങ്കിൽ അവർ എന്തൊക്കെയോ പൂജകൾ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ തൊഴുന്നത് പോലെയൊക്കെ ഡ്രീംസ് നമുക്ക് വരാം. രണ്ടാമത്തെ പോയിന്റ്, ഈ മസ്കുലൈൻ എനർജിയുടെ അവേക്കനിങ് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്ക് ഫെമിനൈൻ എനർജി തൻ്റെ ലൈഫിലെ ഡിസിഷൻസ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കും. അതായത് അതുവരെ മേ ബി ആ ഒരു ഡിസിഷന് വേണ്ടി അവർ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ, അത് അവരുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം, കരിയർ ചോയ്സുകളിലായിരിക്കാം, ഒക്കെയും അവർ ഇനിയൊരാളെ ഡിപ്പെൻഡ് ആവുന്ന ഒരു അവസ്ഥയിലായിരുന്നിരിക്കാം. എന്നാൽ ഈ ഒരു പോയിന്റ് വരുമ്പോഴത്തേക്ക് അവർ അവരുടെ ഒരു ഡിസിഷനെ സ്വയം ആ ഒരു ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു വോയിസിനെ ട്രസ്റ്റ് ചെയ്യുകയും ആ ഒരു ഡിസിഷനെ സ്ട്രെയിറ്റ് അവേ എടുക്കാൻ അവർ പ്രാപ്തരായിരിക്കും. അതിൻ്റെ മീനിങ് അവരുടെ ഉള്ളിലെ ഇന്നർ മസ്കുലൈനെ അവർ ബാലൻസ് ചെയ്ത് കഴിഞ്ഞിരിക്കും. അടുത്തതായിട്ട് സെൽഫ് ലവ്. അതെല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ മേ ബി ഈ വീഡിയോസൊക്കെ കണ്ട് നമുക്ക് വരുന്ന ഒരു ഗൈഡൻസിൻ്റെ അനുസരിച്ച് ഒരു ഫോഴ്സിബിൾ ആയിട്ടുള്ള ഒരു സെൽഫ് ലവ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് സെൽഫ് ലവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എത്ര ഒരു വിഷമത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ ആ ഒരു സെൽഫ് ലവിലേക്ക് ഫോഴ്സ് കൊടുത്ത് നമ്മളെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു പാറ്റേൺ ആയിരിക്കാം. എന്നാൽ ഈ മസ്കുലൈൻ എനർജിയുടെ അവേക്കനിങ് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്ക് ഫെമിനൈൻ എനർജി നാച്ചുറലായിട്ട് ഒരു സെൽഫ് ലവിലേക്ക് വരും. അതായത് ആ ഒരു ഫ്ലോയിലേക്ക് വരും. നാച്ചുറലി അവരെ അവരായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ട് അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഒരു കാര്യത്തിലേക്ക് പ്രയോറിറ്റി കൊടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കും. അത് എല്ലാ അർത്ഥത്തിലും. ഈ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ട്രിഗേഴ്സ്, അതായത് ഫെമിനൈൻ എനർജിക്ക് കിട്ടുന്ന ട്രിഗേഴ്സൊക്കെ വളരെ കുറഞ്ഞിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്നർ ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജിയിലെ ഇവിടെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഈ ഒരു സ്റ്റേറ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്കും, അതായത് മസ്കുലൈൻ എനർജിയുടെ അവേക്കനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫെമിനൈൻ എനർജി എല്ലാവർക്കും ഫോർഗീവ്നെസ് കൊടുത്തു കഴിഞ്ഞിരിക്കും. ഒരു അൺകണ്ടീഷണൽ ലവിൻ്റെ എനർജിയിലായിരിക്കും. പിന്നെയും എന്തെങ്കിലും ഒരു ടെസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ സിമിലർ കൈൻഡ് ഓഫ് പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് തൻ്റെ ലൈഫ് സൈക്കിളിൽ വരുമ്പോൾ അതിനെക്കുറിച്ചൊരു അവെയർനെസ്സിലിരിക്കുക, അതിനെ റിപ്പീറ്റ് ചെയ്യാതെ, അതായത് ആ ഒരു ലൂപ്പിലേക്ക് പിന്നെയും പോകാതെ എല്ലായ്പ്പോഴും ഒരു അവെയർനെസ്സിലിരിക്കാൻ ഈ ഒരു സ്റ്റേജിൽ ഫെമിനൈൻ എനർജിക്ക് പറ്റും. ഫെമിനൈൻ എനർജി അവേക്കനിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അവേക്കനിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഡിസ്ട്രോട്ടഡ് മസ്കുലൈൻ എനർജിയിലായിരിക്കും പലപ്പോഴും. അതായത് ഷാഡോ സൈഡ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിവൈൻ മസ്കുലൈനുമല്ല, ഡിസ്ട്രോട്ടഡ് മസ്കുലൈൻ എനർജി, ഈഗോ ബേസ്ഡ് എനർജി ആയിരിക്കാം കൂടുതലായിട്ടും. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വന്നിട്ട് ഫെമിനൈൻ എനർജിയുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് സ്റ്റിഫ്നെസ് ഫീൽ ആവാറുണ്ടായിരിക്കാം നമുക്ക് അവേക്കനിങ്ങിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ അവേക്കനിങ്ങിന് മുമ്പ്. എന്നാൽ ഈ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് ഫെമിനൈൻ എനർജിയുടെ ബോഡി, ഫിസിക്കൽ ബോഡിയിൽ ആ ഒരു ചേഞ്ച്, അതായത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബോഡി ആൻഡ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് ഒരു ഫെമിനൈൻ എനർജിയുടെ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജി എങ്ങനെയാണോ ആ ഒരു ഫോമിലേക്ക് ഈവൻ ഫിസിക്കൽ ബോഡിയും ആ ഒരു ട്രൂ ഫോമിലേക്ക് വന്നു കഴിഞ്ഞിരിക്കും. ഒരു പക്ഷേ DFന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജിൽ വന്നിരുന്നുവെങ്കിൽ അവേക്കനിങ്ങിൽ വരുമ്പോൾ പലപ്പോഴും ഫെമിനൈൻ എനർജീസിന് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ്, അതായത് DMൻ്റെ അവേക്കനിങ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെയും അവർക്ക് ക്യൂറായി കഴിഞ്ഞിരിക്കും, അതായത് കുറഞ്ഞിരിക്കും. അതല്ല എങ്കിൽ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസിന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്, നല്ലൊരു ഹെൽത്തിലേക്ക് അവരുടെ ബോഡിയിലൊക്കെ ആ ഒരു ചേഞ്ചസ് അവർക്ക് ഫീൽ ആവാൻ പറ്റും. മസ്കുലൈൻ എനർജിയുടെ അവേക്കനിങ് സമയത്ത് ഫെമിനൈൻ എനർജിക്ക് കാണാൻ പറ്റുന്ന ഏഞ്ചൽ നമ്പേഴ്സ്
696 ഇതൊക്കെയാണ്. ഈ ഒരു സ്റ്റേജിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഫെമിനൈൻ എനർജിക്ക് തൻ്റെ മസ്കുലൈനോടുള്ള ഒരു ഒബ്സഷൻ ടോട്ടലായിട്ട് മാറിയിരിക്കും. കാരണം ഇവിടെ ഒരു യൂണിയൻ നടക്കുമോ, അല്ലെങ്കിൽ അവർ വരുമോ, അവർ സംസാരിക്കുമോ, ഇതൊന്നും ബോദർ ചെയ്യില്ല. അവർ ഒരു സെൽഫായിട്ടൊരു കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജിയിലായിരിക്കും. അതേപോലെ തന്നെ മാക്സിമം ഈ ഒരു സമയം സെപ്പറേഷൻ, ഫിസിക്കൽ റിലാമിൽ ഒരു സെപ്പറേഷൻ പീരീഡ് ആയതുകൊണ്ട് തന്നെ DM-ൻ്റെ ലൈഫിൽ എന്താണ് നടക്കുന്നത്, അവരെവിടെയാണ്, അല്ലെങ്കിൽ അവരാരുടെ കൂടെയാണ്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനും ഫെമിനൈൻ എനർജീനെ ബോദർ ചെയ്യാറില്ല. ഈ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് ഫെമിനൈൻ എനർജിക്കുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ കാണും മസ്കുലൈൻ എനർജിയുടെ മുകളിൽ. അതായത് പലതരത്തിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് വരാം. അതൊക്കെയും അവിടെ ഹീലായി കഴിഞ്ഞിരിക്കും. അപ്പോൾ പലപ്പോഴും ഇനിയൊരു ചോദ്യം വരാറുള്ളത് മസ്കുലൈൻ എനർജിയുടെ അവേക്കനിങ് എപ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നതെന്നുള്ളത്. ഫെമിനൈൻ എനർജി തൻ്റെ ഇന്നർ DM ആൻഡ് DF ബാലൻസ് ആക്കി കഴിഞ്ഞിട്ട് ആ ഒരു പ്രോസസ്സിലേക്ക് വന്നു കഴിഞ്ഞ് അവർ തങ്ങളുടെ ഗോളിൽ, തങ്ങളുടെ ടോട്ടലി സെൽഫ് ഫോക്കസ് ആയിട്ട് തങ്ങളുടെ പർപ്പസിലേക്കൊക്കെ വരുന്ന ആ ഒരു സമയത്തായിരിക്കും മസ്കുലൈൻ എനർജിയുടെ അവേക്കനിങ് ശരിക്കും ട്രിഗർ ആവുന്നത്. യെസ്, നമ്മൾ ഇനിഷ്യലായിട്ട് ആദ്യം വരുന്ന സെപ്പറേഷനിൽ തന്നെ രണ്ടുപേരുടെയും, അതായത് മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എനർജിയുടെ അവേക്കനിങ് ട്രിഗർ ആവുന്നുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും ഈ ഫെമിനൈൻ എനർജി എനർജറ്റിക്കലി മസ്കുലൈൻ എനർജീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവൈലബിൾ ആയിരിക്കും എല്ലായ്പ്പോഴും. അതുകൊണ്ട് തന്നെ പലപ്പോഴും മസ്കുലൈൻ എനർജിയുടെ അവേക്കനിങ് പല റീസൺസ് കൊണ്ട് ഒരു പോസ് എനർജിയിലേക്ക് പോയിട്ട് അവർ പിന്നെയും ഒരു 3D ലൈഫിലേക്ക് തിരിച്ചു പോകാറാണുള്ളത്. എന്നാൽ ഈ ഒരു സ്റ്റേജ് DM ആൻഡ് DF ഫെമിനൈൻ എനർജി ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു അവേക്കനിങ്ങിനെ ഫേസ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു പാറ്റേണിലേക്ക് അവർ വരികയാണ് ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഒരിക്കൽ അതായത് ഒരു ഫെമിനൈൻ എനർജി അവേക്കനിങ്ങിലേക്ക് വന്ന് ഇന്നർ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ആ ഒരു മീറ്റിംഗ് നടന്നു കഴിഞ്ഞിട്ട് ഒരാൾ ഈ ഒരു ജേർണി ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അടുത്തയാൾക്കും സബ് കോൺഷ്യസ്ലി ഇതറിയാം. അതായത് ആ സെക്കൻഡ് ബോഡി, രണ്ടാമത്തെ ആ ബോഡിയിലുള്ള അതേ ആത്മാവിന് ഈ കാര്യങ്ങളൊക്കെയും അറിയാം. ആൻഡ് മോറോവർ, രണ്ട് ബോഡീസിലുള്ള ആത്മാവിൻ്റെ ലൈഫ് പഴയ പോലെ ഒരിക്കലും മാറില്ല. അത് ഫെമിനൈൻ എനർജി സ്പിരിച്വൽ ട്വിൻ ആയതുകൊണ്ട് ആ ഒരു സോൾ കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നതുകൊണ്ട് അവരിനിയും കുറച്ചുകൂടെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളെ ആ ഒരു കാര്യങ്ങളിലേക്ക് അലൈൻ ആവുന്നു. വെറാസ് മസ്കുലൈൻ എനർജി കുറച്ചൊന്ന് ലോജിക്കൽ ആയതുകൊണ്ട് തന്നെ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആ ഒരു എനർജറ്റിക്കൽ ഇംബാലൻസ് കൊണ്ടുമാണ് അവർ ആ ഒരു അവേക്കനിങ്ങിലേക്ക് വരാനായിട്ട് ഇനിഷ്യലി കഷ്ടപ്പെടുന്നത്. എന്നാൽ വൺസ് ഈ ഒരു ജേർണിയിൽ ഇതെല്ലാം ഡിവൈൻലി ഗൈഡഡ് ആണ്. ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലൊന്നുമില്ല ആക്ച്വലി. സോ ഒരിക്കലും മസ്കുലൈൻ എനർജി അവേക്കൻ ആകുമോ എന്നുള്ള ഒരു പേടി, അല്ലെങ്കിൽ ആ ഒരു ഫിയർ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും അത് ഈ ജേർണിയിൽ പിന്നെ ഒരു ബ്ലോക്കാണ്. അത് പിന്നെയും മസ്കുലൈൻ എനർജിയുടെ അവേക്കനിങ്ങിനെ ബാധിക്കുകയും ചെയ്യും. സോ ഈ ജേർണിയിൽ വേണ്ടത് സറണ്ടറാണ് ദൈവത്തിനോട്. കാരണം നമ്മുടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളുടെ ഹയസ്റ്റ് ഗുഡിനാണെന്ന് മനസ്സിലാക്കുക. അത് നമുക്ക് ഈ ജേർണിയിൽ കുറച്ചൊന്ന് മുമ്പോട്ട് വന്നു കഴിയുമ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. സറണ്ടർ ചെയ്യുക ജേർണിയെ, ഇതിൽ ട്രസ്റ്റ് വെക്കുക, വിശ്വാസം വെക്കുക. പലപ്പോഴും നമ്മൾക്ക് ഇനിഷ്യൽ സ്റ്റേജുകളിലൊക്കെ ഈ ഒരു വിശ്വാസം, അതായത് ഈ ജേർണി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് ഡൗട്ട് വരും. അത് സ്വാഭാവികമാണ്, അതിനെ മനസ്സിലാക്കുക. ആൻഡ് ഏറ്റവും കൂടുതൽ ഈ ജേർണിയിൽ വേണ്ടത് ക്ഷമയാണ്. കാരണം ഈ ജേർണി വിട്ടിട്ട് നമുക്ക് വെളിയിലേക്ക് പോകാൻ, നോർമൽ ഒരു 3D ലൈഫിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും അതിൽ നിന്നും നമുക്ക് പെയിൻ മാത്രമേ വരുള്ളൂ. ആൻഡ് മോറോവർ ബ്ലെസ്സിങ്സ് കൊടുക്കുക എല്ലാവർക്കും, നമ്മൾക്ക് എസ്പെഷ്യലി നമ്മളുടെ മസ്കുലൈൻ എനർജിക്ക്. കാരണം അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തോ, അവർ നമ്മളുടെ കോണ്ടാക്റ്റ് ഡിലീറ്റ് ചെയ്തോ, അവർ ആരുടെയോ കൂടെയാണ്, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മൾക്ക് തന്നിരിക്കുന്ന ടാസ്ക് എന്താണ് ദൈവം, അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ, അത് നമ്മളുടെ ഹീലിംഗ് ആണ്. നമ്മൾ നമ്മളുടെ ട്രൂ സെൽഫിൽ വരിക എന്നുള്ളതാണ്.
അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ അതർ കൗണ്ടർ പാർട്ട് അവർക്ക് അവേക്കൻ ആയേ പറ്റത്തുള്ളൂ. കാരണം ഇതൊരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പർപ്പസാണ്. അപ്പോൾ അതിൽ ഒരാളെ അവേക്കൻഡ് ആക്കി ഇനി ഒരാളെ അൺഅവേക്കൻഡ് ആക്കുക എന്നുള്ളത് ഒരിക്കലും അങ്ങനെയുള്ള കാര്യം നടക്കാറില്ല ട്വിൻ ഫ്ലെയിം ജേർണിയിൽ. സോ ട്രസ്റ്റ് ദ ജേർണി. ഇനിയൊരു കാര്യം പറയാനുള്ളത് 26th, 27, 28 3 ദിവസങ്ങളിൽ ഇന്നർ വർക്ക് സെഷനുണ്ട്. അതായത് DMDF ബാലൻസിങ് എങ്ങനെ ആണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു തിയറി ക്ലാസ്, അതെങ്ങനെയാണ് ഹീലിംഗ് ടെക്നിക്സ് ആൻഡ് മെഡിറ്റേഷൻസ്, ഇത് 3 ഉള്ളത് 3 ദിവസം. അപ്പോൾ പലരും ഇത് ഓൾറെഡി ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പലരും ഈ ഒരു ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞിട്ട് അയ്യോ ഞങ്ങൾ കണ്ടില്ല പോസ്റ്റ്, കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടിട്ടില്ല, അടുത്ത പ്രാവശ്യം അറിയിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന പലരും ഉണ്ട്. സോ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.